നിലവിൽ ഡീൻ കുര്യാക്കോസ് MP നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഡീൻ കുര്യാക്കോസ്, 9 ദിവസത്തിന് ശേഷം ഛത്തീസ്ഗഡ് ജയിലിൽ അടക്കപ്പെട്ട മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? തീർച്ചയായിട്ടും ജാമ്യം ലഭിച്ചു എന്നുള്ളത് ആശ്വാസകരം തന്നെയാണ്. പാവപ്പെട്ട 2 കന്യാസ്ത്രീകൾ യാതൊരു തെറ്റും ചെയ്യാതെ ഇങ്ങനെ ഒന്നിനെ കുറിച്ച് പോലും മനസ്സിൽ ഒരു കോണിൽ പോലും ചിന്ത പോലും ഇല്ലാതിരുന്ന, സതുദ്ദേശപരമായി മാത്രം നാടിന് സേവനം ചെയ്തുകൊണ്ടിരുന്ന കത്തോലിക്ക സഭയെ വിശ്വാസികളായിട്ടുള്ള 2 കന്യാസ്ത്രീകളെ ഈ വിധത്തിൽ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ നാടൊന്നാകെ ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രതിഷേധിക്കുകയായിരുന്നു. അതൊരു വലിയ പ്രതിഷേധ കടലായി രാജ്യം ഒട്ടുക്കും മാറി എന്നുള്ളതിൽ സംശയമില്ല. പാർലമെന്റിനകത്ത് എത്രയോ ദിവസങ്ങളിലായി ഞങ്ങൾ ഉൾപ്പെടെ എല്ലാവരും അതിനുവേണ്ടി ശക്തമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തത് ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. ബഹുമാനായ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ, ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ MP-മാർ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് പാർലമെന്റിനകത്തും പുറത്തും ഒക്കെ ഈ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നു. ഇവിടെ ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന് പറയുന്ന തരത്തിൽ കേന്ദ്ര ഗവൺമെന്റും അതോടൊപ്പം തന്നെ BJP-യുടെ നേതൃത്വത്തിലാണ് സംസ്ഥാന ഗവൺമെന്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഒരു നയ സമീപനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ പേരിൽ അവസാനമായി ഇരകളാക്കപ്പെട്ട 2 കന്യാസ്ത്രീകളാണ് ഈ വിധത്തിൽ പീഡിപ്പിക്കപ്പെട്ടത്. അവര് 9 ദിവസക്കാലം ദുർഗ് സെൻട്രൽ ജയിലിൽ കഴിഞ്ഞു. ഞാൻ ഇന്നലെ അവിടെ MP-മാരുടെ സംഘത്തോടൊപ്പം അവരെ സന്ദർശിച്ചതാണ്. അവർ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും എല്ലാം നേരിട്ട് മനസ്സിലാക്കിയതാണ്. ഏതായാലും ഒരു കാര്യം മാത്രമേ ഇക്കാര്യത്തിൽ എനിക്ക് കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുള്ളൂ. ഇത് അവസാനത്തേതാകട്ടെ, ദുർഗ് സംഭവമെങ്കിലും അവസാനത്തേതാകട്ടെ എന്നാണ് പ്രത്യാശ പ്രകടിപ്പിക്കുന്നത്. കാരണം BJP-യെ സംബന്ധിച്ചിടത്തോളം, സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഇടപെടലാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ കേരളത്തിലെ BJP-യുടെ നേതൃത്വം വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടി ഞങ്ങൾ ഇതിനെ അനുകൂലിക്കുന്നില്ല എന്ന് പറഞ്ഞാലും യഥാർത്ഥത്തിലുള്ള BJP എന്തെന്നുള്ളത് രാജ്യത്ത് എല്ലാവർക്കും അറിയാം. രാജ്യത്തിന്റെ അനുഭവം അതാണ്. അപ്പൊ അവര് ഈ വിധത്തിൽ മതപരിവർത്തനത്തിന്റെ പേരിൽ അനാവശ്യമായി, അതോടൊപ്പം തന്നെ മനുഷ്യക്കടത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളെ പീഡിപ്പിക്കുന്ന ഒരു രീതിയാണ് തുടർന്ന് വരുന്നത് ന്യൂനപക്ഷ സമൂഹത്തെ. അപ്പൊ ആ ഒരു നിലയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉള്ള വലിയ ഒരു കടന്നുകയറ്റം, ഒരു മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ, ഭരണകൂട ഭീകരത എന്നൊക്കെ പറയുന്ന തരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഇനിയെങ്കിലും അവസാനിക്കട്ടെ, ഇത് അവസാനത്തേതായിരിക്കട്ടെ എന്ന് പ്രത്യാശ പ്രകടിപ്പിക്കുകയാണ്. ആ ഒരു തരത്തിലേക്കുള്ള ഒരു തുറന്ന ഒരു മനസ്സ്, ഇങ്ങനെയുള്ള കേസുകൾ ഉണ്ടാവാതിരിക്കാൻ BJP നേതൃത്വം ശക്തമായ ഇടപെടൽ അവരുടെ പാർട്ടി നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ അവരുടെ പോഷക ഘടകങ്ങൾക്ക്, ബജറംഗ് ദള്, RSSന്റെ നേതൃത്വത്തിലുള്ള ഘടകങ്ങളാണ് ഇതെല്ലാം. ഇവർക്കെല്ലാം വിശ്വ ഹിന്ദു പരിഷത്ത് ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഈ വിധത്തിലുള്ള പ്രവർത്തികൾ ചെയ്യാതിരിക്കട്ടെ എന്ന്, അല്ലെ അതിന് ഉള്ള ഇച്ഛാശക്തിയിലേക്ക് അവരുടെ സംഘടനാ നേതൃത്വത്തിന് കടക്കാൻ കഴിയട്ടെ എന്ന് പ്രത്യാശ പ്രകടിപ്പിക്കുക.